മൂന്ന് സുഹൃത്തുക്കളുടെ ഒരു കഥയാണ്. ഈ മൂന്ന് സുഹൃത്തുക്കൾ അവരൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു, ഒരു അപ്പാർട്ട്മെൻറ്റ്. അത് അവരെടുത്തത് അവർ ഭയങ്കര സാഹസികമുള്ള ആളുകളാണ്. ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർ വാടകയ്ക്ക് എടുത്തത് 45ാമത്തെ നിലയിലുള്ള ഫ്ലാറ്റ്. ബാച്ചിലേഴ്സൊക്കെ ആകുമ്പം ഇടയ്ക്ക് ആഘോഷങ്ങളും പാർട്ടികളും ഒക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു ദിവസം, ഒരു വീക്കെൻഡ്, ഒരു വെള്ളിയാഴ്ച അവർ ജോലിയെല്ലാം കഴിഞ്ഞ് അവരന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അവർ പോയി ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായി എന്തായിരിക്കും സംഭവിക്കുക? കുറച്ച് മദ്യപിക്കുകയൊക്കെ ചെയ്യും. അവർ മദ്യപിച്ചു. അങ്ങനെ അവർ തിരിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് വന്നു. ഈ ഫ്ലാറ്റിലേക്ക് വന്നപ്പം ആണ് മനസ്സിലായത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ജനറേറ്ററിന് എന്തോ പ്രശ്നമുണ്ട്. പറയാലോ, 45ാമത്തെ നിലയിലാണ് ഇവരുടെ ഫ്ലാറ്റ്. 45 നില നടന്ന് കയറണം. ഈ ഫ്ലാറ്റ് നോക്കിയിരുന്ന, മൊത്തം ഫ്ലാറ്റ് നോക്കിയിരുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ പറഞ്ഞു, ജനറേറ്ററും വർക്ക് ചെയ്യുന്നില്ല, 45 നില കയറുക അത്ര എളുപ്പമല്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ താഴത്തെ നിലയിൽ ഒരു ചെറിയ റൂം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരാം, നിങ്ങൾ അവിടെ പോയി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കൊന്നും ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല, 45 നിലയല്ലേ, ഞങ്ങൾ നടന്ന് കയറിക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി മദ്യപിച്ചത് കൊണ്ട് സാഹസികത കൂടിപ്പോയി. ഭയങ്കര വീരവാദം മുഴക്കി, ഞങ്ങൾ കയറിക്കോളാം. അപ്പം എന്നാ ആ നോക്കുന്ന മനുഷ്യൻ പറഞ്ഞു, എന്നാ കയറിക്കോ. അപ്പൊ ഈ 3 പേര് തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ കയറുമ്പം ആദ്യത്തെ 15 നില കയറുമ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് സന്തോഷം തരുന്ന കുറെ പാട്ടുകൾ പാടാമെന്ന്. അപ്പൊ നമ്മൾ ഈ കയറുന്നത് അറിയില്ലല്ലോ, ഞാൻ പാട്ടുകൾ പാടാം, നല്ല സന്തോഷം തരുന്ന പാട്ടുകൾ പാടാം. അപ്പൊ രണ്ടാമത്തെ സുഹൃത്ത് പറഞ്ഞു, അടുത്ത 15 നില കയറുമ്പോൾ ഞാൻ സന്തോഷത്തിന്റെ നല്ല കഥകൾ പറയാന്ന് പറഞ്ഞു, നല്ല സന്തോഷം തരുന്ന കഥകൾ പറയാം. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, അടുത്ത 15 നില കയറുമ്പം ഞാൻ ദുഃഖത്തിന്റെ കുറച്ച് കഥകൾ പറയാന്ന് പറഞ്ഞു, ദുഃഖത്തിന്റെ കുറച്ച് കഥകൾ. അങ്ങനെ അവര് തീരുമാനമൊക്കെ ആയി കയറാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ വ്യക്തി നല്ല പാട്ടുകൾ പാടാൻ തുടങ്ങി, സന്തോഷം വരുന്ന നല്ല അടിച്ചുപൊളി പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ അവർ പാട്ടൊക്കെ പാടി 15ാമത്തെ നിലയിലെത്തി. അപ്പം പറഞ്ഞു, എന്നാൽ രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നീ കഥകൾ പറയാൻ തുടങ്ങി. അപ്പൊ രണ്ടാമത്തെ വ്യക്തി കഥകൾ പറയാൻ തുടങ്ങി. നല്ല കഥകളായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്. അങ്ങനെ അവർ അടുത്ത 15 നില കയറിയതും അവരറിഞ്ഞില്ല, ഇപ്പൊ 30ാമത്തെ നിലയിലെത്തി. ഈ 2 പേര് പറഞ്ഞു മൂന്നാമത്തെ ആളോട്, നീ ദുഃഖിപ്പിക്കുന്ന കഥകൾ പറഞ്ഞോളാൻ പറഞ്ഞു, നമുക്ക് കയറാൻ തുടങ്ങാം. ആ സഹോദരൻ പറഞ്ഞു, ഞാൻ താക്കോലെടുക്കാൻ മറന്നുപോയി. ഇതിനും വലിയൊരു ദുഃഖമുണ്ടോ? 30ാമത്തെ നിലയിലെത്തിയപ്പോഴാണ് പറഞ്ഞ, ഞാൻ താക്കോലെടുക്കാൻ മറന്നുപോയി.